Hello students, നമ്മൾ Laplace transforms continue ചെയ്യാണ്. അപ്പോൾ Laplace transformations are some basic functions find out ചെയ്യാൻ പോവാണ്. ഒന്നാമത്തെ question, f of t equal to e raised to at ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. We need to find out the Laplace transform of this function. അതായത് L of f of t find out ചെയ്യാൻ പോകുന്നു. So L of f of t is equal to by definition integral 0 to infinity e raised to minus st into f of t dt. ഇതാണ് ഡെഫിനിഷൻ. അത് എഴുതി. That is integral 0 to infinity e raised to minus st f of t എന്ന് പറഞ്ഞാൽ e raised to at ആണ്. So e raised to at dt which is equal to integral 0 to infinity e raised to ന്റെ രണ്ട് പവർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. So using the properties of exponential function we can write this as e raised to minus of s minus a t dt. Okay, minus s into t minus st, minus of minus is plus at, അപ്പോൾ e raised to at എന്ന് വരും. അതിനിങ്ങനെ എഴുതാം, കമ്പൈൻ ചെയ്ത് എഴുതിയിരിക്കുകയാണ്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി, കാരണം ഇത് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ആണ്. ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ നമുക്ക് ഡയറക്റ്റ് ലിമിറ്റ് കൊടുക്കാൻ പറ്റില്ല. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ഇൻ്റഗ്രൽ 0 to b e raised to minus of s minus a into t dt എന്ന് എഴുതി. ഓക്കെ, and which is equal to limit b tends to infinity. What is the integral of e raised to minus s minus a into t? e raised to ൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ e raised to minus of s minus a into t തന്നെയാണ്. ഇനി ഏതാണോ e raised to ൻ്റെ പവറിലുള്ള ഫംഗ്ഷൻ അതിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. സോ ഹിയർ ഇത്രയും നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ടി ആണ് ഇവിടുത്തെ വേരിയബിൾ, സം k ഇൻറ്റു ടി എന്നാണ്. അപ്പോൾ നമ്മൾ ഡിവൈഡഡ് ബൈ k ചെയ്യണം. ഇവിടെ k പറഞ്ഞാൽ മൈനസ് ഓഫ് എസ് മൈനസ് എ. സോ വി ആർ ഡിവൈഡിങ് ദി കോഎഫിഷ്യൻറ്റ് ഓഫ് ടി with the limit 0 to b. So which is equal to 1 by minus of s minus a ഞാൻ അടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ലിമിറ്റ് b tends to infinity അപ്ലൈ ചെയ്യണം നമുക്ക്. ഓക്കെ, ഇവിടെ ആദ്യം ഞാൻ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ടിക്ക് പകരമാണ് b കൊടുക്കുന്നത്. e raised to minus of s minus a into b minus e raised to minus of s minus a into 0. So which is equal to 1 by minus of s minus a limit b tends to infinity. ഇതെന്ത് വരും? e raised to minus of s minus a into b അങ്ങനെ തന്നെ എഴുതാം. മൈനസ് e raised to ഇതെന്ത് വരിക? e raised to minus 0. e raised to minus 0 പറഞ്ഞ വാല്യൂ എത്രയാണ്? 1 ആയിരിക്കും വരിക കേട്ടോ. വാല്യൂ ഇസ് 1. So which is equal to 1 by minus of s minus a is given. ഓക്കെ, ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ബിക്ക് പകരം എന്ത് കൊടുക്കണം? ഇൻഫിനിറ്റി കൊടുക്കണം. സോ യു വിൽ ഗെറ്റ് e raised to minus of s minus a into infinity. That will goes to minus infinity minus 1. And this is when s greater than a. ശരിയല്ലേ? നോക്കിയേ, എസ് എനേക്കാളും വലുതാണെങ്കിൽ എസ് മൈനസ് എ പോസിറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് ഇൻറ്റു ഇൻഫിനിറ്റി പോസിറ്റീവ് ഇൻഫിനിറ്റി, പിന്നെ ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ട്, അപ്പോൾ നെഗറ്റീവ് ഇൻഫിനിറ്റി. ഇനി എസ് ലെസ് ദാൻ എ ആണെങ്കിലോ നോക്കിയേ, എസ് എനേക്കാൾ കുറവാണെങ്കിൽ ഈ എസ് മൈനസ് എ എന്താവും? നെഗറ്റീവ് ആകും. അപ്പോൾ ഈ നെഗറ്റീവും കൂടി പോസിറ്റീവ് ആകും. പിന്നെ ബിക്ക് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ e raised to infinity എന്ന് കിട്ടും. e raised to infinity എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആണ്, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഇൻ്റഗ്രൽ ഡൈവേർജൻ്റ് ആയി പോകും, നമുക്ക് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എസ് ഗ്രേറ്റർ ദാൻ എ ആണെങ്കിൽ മാത്രമേ ഈ എസ് മൈനസ് എ പോസിറ്റീവ് ആവുന്നുള്ളൂ. എസ് മൈനസ് എ പോസിറ്റീവ് ആകുമ്പോൾ മൈനസ് എസ് മൈനസ് എ നെഗറ്റീവ് ആകുന്നു. നെഗറ്റീവ് ഇൻറ്റു ഇൻഫിനിറ്റി നെഗറ്റീവ് ഇൻഫിനിറ്റി എന്ന് കിട്ടുകയും ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഇത് ഓർത്തിരിക്കുക, എസ് ഗ്രേറ്റർ ദാൻ എ ആകുമ്പോഴേ ഇത് സംഭവിക്കുന്നുള്ളൂ, -1. So that is equal to 1 by minus of s minus a. What is e raised to minus infinity? 0. e raised to infinity ഇൻഫിനിറ്റി ആണ് കേട്ടോ. e raised to minus infinity 0 ഒക്കെ പോകുന്നു. So -1. So we will get 0 minus 1 is -1. -1 into this minus, അപ്പോൾ minus minus will be cancelled. We get the value 1 by s minus a comma s greater than a. So note that Laplace transform of the function f of t. What is f of t? e raised to at. Laplace transform of e raised to at equal to 1 by s minus a comma s greater than a. So we get a general Laplace transform of general function e raised to at. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് എഴുതാം. അപ്പോൾ നോക്കൂ, വാട്ട് ഇസ് Laplace transform of e raised to 3t എന്ന് ചോദിച്ചാൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാണ്ട് തന്നെ എഴുതാം. 1 by s minus a ആണ് ഫോർമുല. ഇവിടെ a എന്ന് പറഞ്ഞാൽ എക്ക് പകരം ഇവിടെ എത്രയാണ്? 3 ആണ്. അപ്പോൾ 1 by s minus 3 ഡയറക്റ്റ്ലി നമുക്ക് എഴുതാം. അപ്പോൾ വാട്ട് ഈസ് Laplace transform of e raised to minus 5t? അത് എത്രയായിരിക്കും? 1 by s minus a ആണ് ഫോർമുല. 1 by s minus അവിടെ കൊടുത്തു, a ഇവിടെ എത്രയാണ്? -5 ആണ്. അപ്പോൾ -5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 1 by s plus 5 എന്നായിരിക്കും ആൻസർ കിട്ടുക. റെഡി അല്ലേ? അപ്പോൾ നമുക്ക് Laplace transform of e raised to at എന്ന് പറഞ്ഞാൽ 1 by s minus a ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ Laplace transform of e raised to minus at എന്തായിരിക്കും?
ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1/s മൈനസ് മൈനസ് എ എന്ന് എഴുതാം അല്ലേ? എക്ക് പകരം മൈനസ് എ വന്നു. സോ 1/s പ്ലസ് എ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് എ ടി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/s പ്ലസ് എ ആണ്. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് എസ് ടി എന്ന് പറഞ്ഞാൽ 1/s പ്ലസ് എ ആണ്, കോമ എസ് ഈസ് ഗ്രേറ്റ് s plus a is greater than 0. So this is the Laplace transform of e raised to minus at. Clear അല്ലേ? എയുടെ പകരം മൈനസ് എ വന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ ഫോർമുല കൊടുത്ത് ഇൻറ്റഗ്രേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്ത് നോക്കാൻ പറ്റും കേട്ടോ. ഇത് നിങ്ങൾ ട്രൈ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എഫ് ഓഫ് ടി ഈക്വൽ ടു നമുക്കൊരു സൈൻ എ ടി നോക്കാം. സൈൻ എ ടി. സോ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ എ ടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എൽ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to infinity ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു സൈൻ എ ടി ഡി ടി. ഓക്കെ, ഇതിൽ ഞാൻ എഴുതാൻ എളുപ്പത്തിൽ ഇൻറ്റഗ്രൽ 0 to infinity സൈൻ എ ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി എന്ന് എഴുതി. റെഡി? വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻറ്റഗ്രൽ 0 to b സൈൻ എ ടി ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. ഓക്കെ, ദാറ്റ് ഈസ് ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി. ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ പ്രോഡക്റ്റ് ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് ഉപയോഗിക്കണം, കാരണം ഇവിടെ പ്രോഡക്റ്റ് ഓഫ് ഫംഗ്ഷൻ ആണുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ സൈൻ എ ടി, സെക്കൻഡ് ഫംഗ്ഷൻ ഇ റേസ് ടു മൈനസ് എസ് ടി. ഓക്കെ, സോ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് എത്രയാണ്? മൈനസ് ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റഗ്രൽ ഇ റേസ് ടു മൈനസ് എസ് ടി ഡിവൈഡഡ് ബൈ മൈനസ് എസ് ആണ്. ലിമിറ്റ് 0 to b ആണ്. മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. സൈൻ എ ടിയുടെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? കോസ് എ ടി ഇൻറ്റു എ വരും. ഓക്കെ, ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഇ റേസ് ടു മൈനസ് ടി ഇൻറ്റഗ്രൽ ഇ റേസ് ടു മൈനസ് ടി ഡിവൈഡഡ് ബൈ മൈനസ് എസ്. ലിമിറ്റ് 0 to b. ഓക്കെ, സോ ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഈസ് ഹിയർ. ഇതിനകത്ത് ലിമിറ്റ് അപ്ലൈ ചെയ്താൽ എന്ത് വരും നോക്കാം നമുക്ക്. അപ്പോൾ ടിക്കാണ് വേരിയബിൾ ബി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ സൈൻ എ ഇൻറ്റു ബി, ഇവിടെ ടിക്ക് പകരം ബി കൊടുത്തു. ഇ റേസ് ടു മൈനസ് എസ് ബി ഡിവൈഡഡ് ബൈ മൈനസ് എസ് മൈനസ് 0 കൊടുക്കണം. ആൻഡ് സൈൻ എ ഇൻറ്റു 0 സൈൻ 0. സൈൻ 0യുടെ വാല്യൂ 0 ആണ്, അപ്പോൾ അത് 0 ആയി പോകും. സോ ഞാൻ ഇങ്ങനെ എഴുതി 0 എന്ന് എഴുതി കേട്ടോ. മൈനസ്, ഇനി ഇതിൻ്റെ ലിമിറ്റ് നോക്കി, ഈ മൈനസും കൂടെ പ്ലസ് ആയി. ഇവിടെ എ ഉണ്ട്, ഇവിടെ എസ് ഉണ്ട്, അപ്പോൾ എ ബൈ എസ് പുറത്ത് വന്നു. ഇതിനുള്ളിൽ എന്താ ഉള്ളത്? കോസ് എ ടി ഇൻറ്റു ഇ റേസ് ടു ഇൻറ്റഗ്രൽ 0 to b കോസ് എ ടി ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. ഓക്കെ, ദാറ്റ് ഈസ് ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി. ഇതൊക്കെ അങ്ങനെ തന്നെ എഴുതാം. സൈൻ എ ബി ഇ റേസ് ടു മൈനസ് എസ് ബി ബൈ മൈനസ് എസ്, ഈ മൈനസ് 0 പോയി, പ്ലസ് എ ബൈ എസ് ഇൻറ്റു ഇതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം വീണ്ടും. അപ്പോൾ ഇതിനെ വീണ്ടും ഇവിടെ നോക്കിയാൽ കോസ് എ ടി ഒരു ഫംഗ്ഷൻ, എ റേസ് ടു മൈനസ് എസ് ടി വേറൊരു ഫംഗ്ഷൻ. അപ്പോൾ ഇത് പ്രോഡക്റ്റ് ആവും. ഇവിടെ വീണ്ടും ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് ഉപയോഗിക്കേണ്ടി വരും എനിക്ക്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു അല്ലേ. അപ്പോൾ ഞാൻ ഇവിടെ വേറൊരു ബ്രാക്കറ്റോടെ കൊടുക്കുകയാണ്. ഇതിന് മൊത്തം ഇൻറ്റഗ്രേഷൻ എ ബൈ എസ് എല്ലാത്തിലും കോമൺ ആണ്. കോസ് എ ടി ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഇ റേസ് ടു മൈനസ് എസ് ടിയുടെ ഇൻറ്റഗ്രൽ ഇ റേസ് ടു മൈനസ് എസ് ടി ബൈ മൈനസ് എസ് മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. കോസ് എ ടിയുടെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? മൈനസ് സൈൻ എ ടി ഇൻറ്റു എ ആണ് വരിക. ഓക്കെ, എഗെയിൻ ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഇ റേസ് ടു മൈനസ് എസ് ടി ബൈ മൈനസ് എസ് ഡി ടി 0 to b. ഇവിടെയും ലിമിറ്റ് 0 to b. ഓക്കെ, സോ വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി. നോക്കാം, ഈ ടേമിന് അങ്ങനെ തന്നെ എഴുതുന്നു. സൈൻ എ ബി ഇ റേസ് ടു മൈനസ് എസ് ബി ബൈ മൈനസ് എസ് പ്ലസ് എ ബൈ എസിൻ്റെ ഇവിടെ ലിമിറ്റ് കൊടുക്കുകയാണ് ഞാൻ. ബി കോസ് എ ബി ഇ റേസ് ടു മൈനസ് എസ് ബി ബൈ മൈനസ് എസ് മൈനസ് ഇവിടെ 0 കൊടുക്കണം. കോസ് 0. സോ കോസ് 0 വരും. കോസ് 0 ഈസ് 1 ഇൻറ്റു ഇ റേസ് ടു മൈനസ് 0. ടിക്ക് ഇവിടെ 0 കൊടുത്തു കേട്ടോ. ഡിവൈഡഡ് ബൈ മൈനസ് എസ്. ഓക്കെ, ഇതൊരു ടേമാണ്, കാരണം ഇവിടെ ലിമിറ്റ് കൊടുത്തത് മാത്രമാണ് കേട്ടോ. ഈ ബ്രാക്കറ്റ് മാത്രമാണ് ഇത്. മൈനസ് ഇവിടെ നോക്കി എത്ര മൈനസ് ഉണ്ട് നോക്കാം. ഇതൊരു മൈനസ്, ഇതൊരു മൈനസ്, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയി. ഇപ്പോൾ ഈ മൈനസ് മാത്രമേ ഇവിടെയുള്ളൂ. ഓക്കെ, ഈ എയും ബൈ എസും ഞാൻ പുറത്തെടുത്ത് വെച്ചു. ഓക്കെ, ഇൻറ്റഗ്രൽ 0 to b ഇവിടെ ഉണ്ട്. ഓക്കെ, സൈൻ എ ടി ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. ഇതല്ലേ ഉണ്ടാവാം. ഓക്കെ,
ഇനി ഞാൻ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്ത് വരും നോക്കാം. മൊത്തത്തിൽ ലിമിറ്റ് ബിക്കൊക്കെ ഇൻഫിനിറ്റി കൊടുത്തു. റെഡി. അപ്പോൾ നോക്കി ഇവിടെ എന്ത് വരും, e raised to minus s into b എന്ന് പറയുമ്പോൾ b പറഞ്ഞാൽ ഇൻഫിനിറ്റി ഞാൻ കൊടുക്കുന്നത്. സോ അപ്ലൈയിങ് ദ ലിമിറ്റ് വി ഗെറ്റ് e raised to minus ഇൻഫിനിറ്റി. അപ്പോൾ എന്താ വരുന്നത് നോക്കട്ടെ. സൈൻ a into b പറഞ്ഞാൽ b ഇൻഫിനിറ്റിയാണ്. അപ്പോൾ സൈൻ ഇൻഫിനിറ്റി e raised to minus ഇൻഫിനിറ്റി ബൈ മൈനസ് എസ് പ്ലസ് a ബൈ എസ് ഇൻറ്റു ഇതിനകത്ത് കൊടുക്കുമ്പോൾ കോസ് ഇൻഫിനിറ്റി ഇൻറ്റു e raised to minus ഇൻഫിനിറ്റി ബൈ മൈനസ് എസ്. ഈ മൈനസും പ്ലസ് ആയി e raised to minus 0 1 ആണ്. ഓക്കെ, മൈനസ് a ബൈ എസ് ഇൻറ്റു ഇതിനെങ്ങനെ എഴുതാം, ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി e raised to minus s t സൈൻ a t d t എന്ന് എഴുതാം. സംശയം ഉണ്ടോ നോക്കൂ. ബിക്ക് ഇൻഫിനിറ്റി എന്നുള്ള ലിമിറ്റ് ഞാൻ അപ്ലൈ ചെയ്തു. സോ വിച്ച് ഈസ് ഈക്വൽ ടു ഇതെന്ത് വരുന്ന അറിയാം, e raised to minus ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ 0 ആണ്. ഇനി 0ൻ്റെ കൂടെ എന്ത് വന്നാലും മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ അത് 0 ആണ്. സോ 0 ഇൻറ്റു സംതിങ് വിൽ ഗോസ് ടു 0. അപ്പോൾ ഈ ടേം 0 ആയി. പ്ലസ് a ബൈ എസ് ഇൻറ്റു ഇവിടെ നോക്കി e raised to minus ഇൻഫിനിറ്റി 0 ആണ്. 0 ഇൻറ്റു സംതിങ് 0 ആണ്. സോ 0 പ്ലസ് 1 ആയി. ഓക്കെ, ഈ a ബൈ എസ് ഇവിടെയുള്ള എല്ലാ ടേമിനും കോമൺ ആണ് കേട്ടോ. ഓക്കെ, 0 പ്ലസ് 1 മൈനസ് a ബൈ എസ് ഇൻറ്റു ഇതെന്താ നോക്കിയേ, e raised to ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി e raised to minus s t ഇൻറ്റു സൈൻ a t d t. ഇതെന്താണ്, ഇതാണ് ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി e raised to minus s t സൈൻ a t d t. ഇതെന്താണ്, L of f of t ആണ്. അപ്പോൾ ഈ മൊത്തം ടേമിന് പകരം ഞാൻ L of f of t എന്ന് അപ്ലൈ ചെയ്യുന്നു. റെഡി. സോ വിച്ച് ഈസ് ഈക്വൽ ടു 0 പോയി a ബൈ എസ് ഇത് ഈ ഒരു ടേമിൻ്റെ ആണ് കേട്ടോ. 0 പ്ലസ് 1 ഈസ് 1. സോ ദിസ് ക്യാൻ ബി റിട്ടൺ a ബൈ എസ് കൊണ്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ a ബൈ എസ് ഇൻറ്റു 1 ഈസ് a ബൈ എസ് മൈനസ് a ബൈ എസ് ഇൻറ്റു a ബൈ എസ് എന്ന് പറയുമ്പോൾ a സ്ക്വയർ ബൈ എസ് സ്ക്വയർ. ഓക്കെ, L ഓഫ് എഫ് ഓഫ് ടി. ഇതാണ് നമുക്ക് റൈറ്റ് സൈഡിൽ കിട്ടുന്നത്. ലെഫ്റ്റ് സൈഡിൽ എന്തായിരുന്നു, എന്തിനാണ് തുടങ്ങിയത്, L ഓഫ് എഫ് ഓഫ് ടി എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. സോ ഈ മൊത്തം ടേമിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ L ഓഫ് എഫ് ഓഫ് ടി ഇവിടെ ഉണ്ട്. ഓക്കെ, മൈനസ് ടേം ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് a സ്ക്വയർ ബൈ എസ് സ്ക്വയർ ഇൻറ്റു L ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു a ബൈ എസ് എന്ന് എഴുതാം അല്ലേ, ഈക്വൽ ടു a ബൈ എസ് എന്ന് എഴുതാം. സോ വിച്ച് ഈസ് L ഓഫ് എഫ് ഓഫ് ടി കോമൺ എടുത്തു കഴിഞ്ഞാൽ വി ഗെറ്റ് 1 പ്ലസ് ഇവിടെ നിന്ന് L ഓഫ് എഫ് ഓഫ് ടി ഉണ്ട്, ഇവിടെ L ഓഫ് എഫ് ഓഫ് ടി ഉണ്ട്. അതിനെ ഞാൻ കോമൺ എടുത്താൽ ഇവിടെ 1 പ്ലസ് a സ്ക്വയർ ബൈ എസ് സ്ക്വയർ ഈക്വൽ ടു a ബൈ എസ് എന്ന് കിട്ടും. അതായത് L ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു ഇതിനെ ഞാൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു, എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ ഈക്വൽ ടു a ബൈ എസ് എന്ന് കിട്ടും. അതായത് L ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു ഈ ടേം മൊത്തമായിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ a ബൈ എസ് അവിടെയുണ്ട്. ഓക്കെ, ദെൻ ഇത് അങ്ങോട്ട് പോകുമ്പോൾ റെസിപ്രോക്കൽ ആവും, എസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആവും, ജിസ് ഈക്വൽ ടു. ഓക്കെ, ഒന്ന് നോക്കാം നമുക്ക്. സോ ഇവിടുന്ന് a ബൈ എസ് ഈ ടേം ഇവിടെ ഉണ്ട്, മൈനസ് e raised to minus 0 1 ആണ്. ഓക്കെ, ആക്ച്വലി ഇവിടെ ഒരു 1 ബൈ എസ് ഉണ്ട്, ഞാൻ സ്കിപ്പ് ചെയ്തിരിക്കുകയാണത്. e raised to minus 0 ഈസ് 1. ഓക്കെ, 1 ബൈ എസ് ഉണ്ട്, മൈനസ് മൈനസ് ഇവിടെ പ്ലസ് ആയി, ഇവിടെ ഒരു 1 ബൈ എസ് ഉണ്ട് കേട്ടോ. സോ ദിസ് ഹിയർ ആൾസോ 1 ബൈ എസ് ഉണ്ടാവും, തെറ്റ് ചെയ്തിരിക്കുകയാണ്, ശ്രദ്ധിക്കണേ. മൈനസ് a ബൈ എസ് ഇൻറ്റു L ഓഫ് എഫ് ഓഫ് ടി എന്ന് എഴുതി. ഓക്കെ, സോ ഇവിടെ 1 ബൈ എസ് ആണുള്ളത്. അപ്പോൾ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ a ബൈ എസ് ഇൻറ്റു 1 ബൈ എസ് ഈസ് a ബൈ എസ് സ്ക്വയർ ആവുക കേട്ടോ, a ബൈ എസ് സ്ക്വയർ. സോ ഹിയർ ആൾസോ a by s square, a by s square, a by s square. Okay, then s square can be cancelled, so we get a by s square plus a square. So this is L of f of t. So we get L of sin a t equal to a by s square plus a square. So this is Laplace transform of sin a t. അപ്പോൾ നോക്കാം, നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ എ ടി ആണ് കണ്ടുപിടിക്കേണ്ടിയിരുന്നത്. അപ്പോൾ നമുക്ക് ബൈ ഡെഫിനിഷൻ ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി e raised to minus s t ഇൻറ്റു സൈൻ എ ടി ഡി ടി ആണ്. അപ്പോൾ അതിനെ ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി ഫസ്റ്റ് ഫംഗ്ഷൻ സൈൻ എ ടി ആക്കി എഴുതി. സോ സൈൻ എ ടി e raised to minus s t ഡി ടി എന്ന് എഴുതി. ദെൻ ഇത് പ്രോഡക്റ്റ് ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് സൈൻ എ ടിയുടെ ഡെറിവേറ്റീവ് ആണ് എഴുതിയിരിക്കുന്നത്. ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു എഗെയിൻ ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് ആണ് എഴുതേണ്ടത്. ദെൻ ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്തു, b മുതൽ 0 വരെ. ആദ്യം b ലിമിറ്റ് അപ്ലൈ ചെയ്തു, പിന്നെ 0 ലിമിറ്റ് അപ്ലൈ ചെയ്തു. സൈൻ 0 ആയതുകൊണ്ടാണ് ഇവിടെ 0 ആയത്. പ്ലസ് a ബൈ എസ്, ഇവിടെ മൈനസും പ്ലസ് ആയി, a ബൈ എസ് ഔട്ട് സൈഡ് എടുത്തു. ഇൻറ്റഗ്രൽ 0 ടു b cos a t e raised to minus s t dt എന്നുണ്ട്.
ദെൻ ഇതൊക്കെ അതേപോലെ തന്നെ എഴുതി. ഈ ടേം മാത്രം 0 ആയിപ്പോയി. എ ബൈ എസ് ഇവിടെയുണ്ട്. ഇതിനെ വീണ്ടും ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ഫംഗ്ഷൻ cos at, സെക്കൻഡ് ഫംഗ്ഷൻ e raised to minus st. സോ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. cos atയുടെ ഡെറിവേറ്റീവ് മൈനസ് sin at ഇൻറ്റു എ ആണ് വരിക. ഇൻറ്റു എഗെയിൻ ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് ദാറ്റ് ഈസ് e raised to minus st ഡിവൈഡഡ് ബൈ മൈനസ് എസ് ഡി ടി എന്നാണ്. ലിമിറ്റ് 0 to b ആണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് എഴുതി. ഈ ടേം എവിടെയുണ്ട്? ഈ ടേം എവിടെയുണ്ട്? ഇവിടെ നോക്കൂ, ലിമിറ്റ് ഞാൻ അപ്ലൈ ചെയ്തു. ആദ്യം b അപ്ലൈ ചെയ്തു, അപ്പോൾ ഇങ്ങനെ കഴിയും. ദെൻ 0 അപ്ലൈ ചെയ്തു. cos 0 1 ആണ്. അപ്പോൾ ഈ ടേം മാത്രമായി മാറും. സോ e raised to minus 0 ഡിവൈഡഡ് ബൈ മൈനസ് എസ്. ഈ മൈനസ് 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 3 മൈനസും കൂടെ ഇവിടെ മൈനസായി. എ ബൈ എസ് ഔട്ട് സൈഡ് വന്നു. ദെൻ ഇൻറ്റഗ്രൽ 0 to b sin at e raised to minus st dt എന്നാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ദെൻ ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി അപ്ലൈ ചെയ്തു. അപ്പോൾ ഈ ബി ഉള്ളിടത്തൊക്കെ ഇൻഫിനിറ്റി ആയി മാറും. അപ്പോൾ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയുന്ന ടേം ഇവിടെ വരും, ഇവിടെയും വരും. റെഡി? ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി 0 ആയതുകൊണ്ട് ഈ ടേം പോകും, ഈ ടേമും പോകും. പിന്നെ ബാക്കിയുള്ളത് എന്താ ഉണ്ടാവുക? എ ബൈ എസ് ഇവിടെയുണ്ട്. ഓക്കെ, എ ബൈ എസ് ഇവിടെയുണ്ട്. ഈ ടേം ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി ഉള്ളതുകൊണ്ട് പോയി. പിന്നെ ഇവിടെ മൈനസും മൈനസും പ്ലസ് ആവുന്നു. ഓക്കെ, ഇ റേസ് ടു മൈനസ് 0 1 ആണ്. ഓക്കെ, ബൈ എസ് ഇവിടെയുണ്ട്. അതാണ് ഈ താഴെ എഴുതാൻ ഞാൻ വിട്ടുപോയത്. ദാറ്റ് ഈസ് 1 ബൈ എസ് ഉണ്ട്. മൈനസ് മൈനസ് ഇവിടെയുണ്ട്. എ ബൈ എസ് ഇവിടെയുണ്ട്. ഇതെന്തായി മാറും? ബി ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ 0 to b sin at e raised to മൈനസ് എസ് ഡി ടി ആണ്. ഇത് തന്നെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ തുടങ്ങിയത്. എൽ ഓഫ് എഫ് ഓഫ് ടി ഇതിൻ്റെ ഡെഫിനേഷനാണ് ഇത് എഴുതിയിരിക്കുന്നത്. സോ ഇതിന് അതേപോലെ ഞാൻ എൽ ഓഫ് എഫ് ഓഫ് ടി എന്ന് മാറ്റി എഴുതി. ദെൻ എന്ത് ചെയ്യുന്നു? അറേഞ്ച് ചെയ്യുന്നു. എൽ ഓഫ് എഫ് ഓഫ് ടിയുടെ ടേംസൊക്കെ ലെഫ്റ്റ് സൈഡിലേക്കും ബാക്കിയുള്ള ടേംസൊക്കെ റൈറ്റ് സൈഡിലേക്കും മാറ്റി എഴുതി ഞാൻ. ദെൻ എൽ ഓഫ് എഫ് ഓഫ് ടി ഗ്രൂപ്പ് ചെയ്തു. അപ്പോൾ ഇവിടെ 1 പ്ലസ് എ സ്ക്വയർ ബൈ എസ് സ്ക്വയർ എന്ന് കിട്ടും. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. ഈ ടേമിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതെല്ലാം ക്യാൻസൽ ചെയ്തു. സോ അറ്റ് ദി എൻഡ് വി ഗെറ്റ് എൽ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, or in particular L of sin at equal to a by s square plus a square, and this is the formula where s is actually where s is positive. s പോസിറ്റീവ് ആയാലേ e raised to minus s ഇൻഫിനിറ്റി ആവുള്ളൂ കേട്ടോ. e raised to minus s into b എന്നുള്ളത് ഇൻഫിനിറ്റി ആവുള്ളൂ, അതായത് e raised to minus ഇൻഫിനിറ്റി കിട്ടുള്ളൂ. അതിനാണ് ഇവിടെ s greater than 0 എന്ന് എഴുതിയിരിക്കുന്നത് കേട്ടോ. സോ വി ഗെറ്റ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് sin at ഈക്വൽ ടു a by s square plus a square. ഓക്കെ, ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ജനറലി എന്ത് എഴുതാം? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ എ ടി ഈക്വൽ ടു എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ കോമ എസ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഇതാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം സൈൻ എ ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം സൈൻ 3t കണ്ടുപിടിക്കാം. വാട്ട് വിൽ ബി ലാപ്ലേസ് ട്രാൻസ്ഫോം സൈൻ 3t? ഈ ഡെഫിനേഷനിൽ സൈൻ എ ടിക്ക് പകരം സൈൻ 3t ആണ്. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ ഇവിടെ 3 ആണ്. സോ ഈ ക്യാൻ റൈറ്റ് 3 ബൈ എസ് സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ബൈ എസ് സ്ക്വയർ പ്ലസ് 9. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ മൈനസ് 6t? ദാറ്റ് ഈസ് ഈക്വൽ ടു minus 6 divided by s square plus minus 6 the square, and that is equal to minus 6 divided by s square plus 36. ഇനി അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് സൈൻ ഓഫ് മൈനസ് തീറ്റ ഈസ് ഈക്വൽ ടു നമുക്കറിയാമല്ലോ, നോക്കി എ എസ് ടി സി ഇവിടെയാണ് നമുക്ക് മൈനസ് ഒക്കെ ഇവിടെയാണ് വരിക നമുക്ക് അല്ലേ, മൈനസ് എല്ലാം ഇവിടെയാണ് വരിക. അപ്പോൾ സൈൻ ഓഫ് മൈനസ് തീറ്റ മൈനസ് സൈൻ തീറ്റ എന്ന് വരും. അങ്ങനെ ഉപയോഗിച്ചും ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെയുള്ള പ്രോബ്ലംസ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് സൈനിൻ്റെ പ്രോപ്പർട്ടീസ് വരുന്നത്. ഇനി സെക്കൻഡ് നമുക്ക് കോസിൻ്റെ പ്രോപ്പർട്ടി നോക്കാം. ദാറ്റ് ഈസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സപ്പോസ് എഫ് ഓഫ് ടി ഈക്വൽ ടു കോസ് എ ടി എന്നാണെങ്കിൽ വാട്ട് വിൽ ബി ലാപ്ലേസ് ട്രാൻസ്ഫോം? എൽ ഓഫ് എഫ് ഓഫ് ടി എങ്ങനെ കണ്ടുപിടിക്കും? സോ എൽ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു you have to integrate integral 0 to infinity e raised to minus st into cos a t dt. ഇപ്പോൾ ഇതേപോലെ തന്നെയാണ് സൈൻ നമ്മൾ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാം. വിച്ച് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to infinity ഇത് നമ്മൾ cos a t into e raised to minus st dt എന്ന് എഴുതുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ cos a t into integral of second e raised to minus st integral e raised to minus st ലിമിറ്റ് 0 to b, ഇവിടെ ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്, മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് 0 to b ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് കോസ് എയ്റ്റിൻ്റെ ഡെറിവേറ്റീവ് എന്താ? എ സൈൻ, ഓക്കെ, കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ആണ്. സോ മൈനസ് സൈൻ എ ടി ഇൻറ്റു എ ഇ റേസ് ടു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഇ റേസ് ടു മൈനസ് എസ് ടി ബൈ മൈനസ് എസ് ഡി ടി. ഓക്കെ, ദാറ്റ് ഈസ് ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി. ഇതിന് ലിമിറ്റ് ഞാൻ ബി മുതൽ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്താ വരിക നോക്കാം. കോസ് a b e raised to minus s b by minus s minus cos 0 is 1, so e raised to minus s b divided by minus s into 0, actually e raised to minus 0 divided by minus s എന്നാണ് വരിക, മൈനസ് ഇൻറ്റഗ്രൽ
0 to b മൈനസും മൈനസും ഈ 3 മൈനസ് ഉണ്ട് ഇവിടെ ഈ മൈനസ് 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 സോ ദിസ് വിൽ ബി മൈനസ് എ ബൈ എസ് ഔട്ട് സൈഡ് എടുത്തു ഓക്കെ 0 ടു ബി സൈൻ എ ടി ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി ഇങ്ങനെയായിരിക്കും വരിക ലിമിറ്റ് ഉണ്ട് ഓക്കെ സോ ഇതിന് മാത്രമേ ഞാൻ ലിമിറ്റ് ആദ്യം അപ്ലൈ ചെയ്യുന്നു ദെൻ ലിമിറ്റ് ഇതിനകത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് വരും ഇവിടെ ഇ റേസ് ടു എസിന് ബിക്കാണ് ഇൻഫിനിറ്റി കൊടുക്കുന്നത് സോ മൈനസ് എസ് ഇൻറ്റു ഇൻഫിനിറ്റി അതായത് മൈനസ് ഇൻഫിനിറ്റി എന്ന് വരും മൈനസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ 0 ആണ് അപ്പോൾ ഈ ടേം എന്തായി മാറും 0 ആയി മാറും വെൻ വി അപ്ലൈ ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ടു ദിസ് ടേം ദിസ് വിൽ ബിക്കം 0 ദെൻ ഇവിടെ എന്താ വരിക ഈ മൈനസ് ഇവിടെ ഉണ്ട് ഓക്കെ ഇ റേസ് ടു മൈനസ് 0 ഈസ് 1 സോ ആക്ച്വലി ഈ മൈനസും കൂടെ ഇവിടെ പ്ലസ് ആവുന്നു സോ വി ഗെറ്റ് ദ വാല്യൂ 1 ബൈ എസ് ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ മൈനസ് എ ബൈ എസ് ഇൻറ്റു ബി പ്ലസ് ഞാനിവിടെ എഴുതുന്നില്ല എ ബൈ എസ് ഇവിടെ ഉണ്ട് ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇവിടെ അപ്ലൈ ചെയ്തു അപ്പോൾ ഇത് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഓക്കെ 0 ടു ബി ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി സൈൻ എ ടി ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി സോ 1 ബൈ എസ് മൈനസ് എ ബൈ എസ് ഇൻറ്റു ഇതിന് ഞാൻ വീണ്ടും ലിമിറ്റ് ഉണ്ട് അതിൻ്റെ മുമ്പിൽ ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഈസ് ഹിയർ ഓക്കെ ദെൻ ഇതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു ഇവിടെയും പ്രോഡക്റ്റ് ഓഫ് ഫംഗ്ഷൻസ് ഇൻറ്റഗ്രേഷൻസ് ആണ് അപ്ലൈ ചെയ്യേണ്ടത് ഫസ്റ്റ് ഫംഗ്ഷൻ സൈൻ എ ടി ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് സൈൻ്റെ ഡെറിവേറ്റീവ് കോസാണ് വരുന്നത് എ ഇൻറ്റു കോസ് എ ടി ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി 0 ടു ബി ഇവിടെയും ലിമിറ്റ് 0 ടു ബി ഓക്കെ ദാറ്റ് ഈസ് 1 ബൈ എസ് മൈനസ് എ ബൈ എസ് ഇൻറ്റു ഇനി ഇവിടെ ലിമിറ്റ് ഞാൻ അപ്ലൈ ചെയ്യുന്നു അപ്പോൾ എന്താ വരിക ബിക്ക് പകരം ഇവിടെ ഇൻഫിനിറ്റിയാണ് വരുന്നത് സോ വി ഗെറ്റ് സൈൻ ഇൻഫിനിറ്റി അല്ല ബി ഇവിടെ ആദ്യം കൊടുക്കണം മൈനസ് അല്ല ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി ബൈ മൈനസ് എസ് മൈനസ് സൈൻ 0 ഇസ് 0 സോ ദ വാല്യൂ വിൽ ബിക്കം 0 ഒരു ടേം മാത്രമേ ഇതായുള്ളൂ മൈനസ് എ ബൈ എസ് കോമൺ ആണ് കേട്ടോ എ ബൈ എസ് ഈസ് കോമൺ ടു ഓൾ ദ ടേംസ് ഇൻക്ലൂഡിങ് ഇൻ ദിസ് ബ്രാക്കറ്റ് സോ മൈനസ് ഇൻറ്റഗ്രൽ ഈ മൈനസ് ഇവിടെ ഉണ്ട് ഓക്കെ അതിൽ ഞാൻ എനെ ഔട്ട് സൈഡ് എടുക്കുന്നു ആക്ച്വലി ഇവിടെ എന്ത് വരും മൈനസ് എസ് കൂടി ഉണ്ടാവും കേട്ടോ ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് അല്ലേ സോ മൈനസ് മൈനസ് ഈസ് പ്ലസ് എ ബൈ എസ് ഇസ് ടേക്കൺ ഔട്ട് സൈഡ് ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ലിമിറ്റ് അപ്ലൈ ചെയ്തു ബിക്ക് പകരം ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇൻഫിനിറ്റി വരണം കോസ് എ ടി ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി എന്ന് കിട്ടും സോ ദിസ് ഈസ് ഈക്വൽ ടു 1 ബൈ എസ് മൈനസ് ഇതെന്ത് വരും നോക്കേ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ 0 ആണെന്നറിയാം 0 മൈനസ് 0 0 ആണ് 0 ഇൻറ്റു ദിസ് 1 0 ആണ് അപ്പോൾ ഈ ടേം മൊത്തമായിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോയി ഇനി ഇവിടെ എന്താ ഉണ്ടാവുക മൈനസ് ഇവിടെ ഉണ്ട് എ ബൈ എസ് പുറത്ത് നിൽക്കുന്നുണ്ട് പിന്നെ ഈ ടേമേ ഉള്ളൂ അപ്പോൾ മൈനസ് ഇവിടെ ഉണ്ട് എ ഇൻറ്റു എ സ്ക്വയർ എസ് ഇൻറ്റു എസ് സ്ക്വയർ എന്നുണ്ടാവും ഓക്കെ ഈ ടേം മാത്രമേ ഉള്ളൂ ഈ ടേം എന്താ നോക്കിയേ ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി കോസ് എ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി എന്താണ് ഇത് തന്നെയാണ് ഇതെന്താണ് എൽ ഓഫ് എഫ് ഓഫ് ടി ആണ് സോ ദിസ് വിൽ ബിക്കം എൽ ഓഫ് എഫ് ഓഫ് ടി എന്ന് എഴുതാം റെഡി സോ എൽ ഓഫ് എഫ് ഓഫ് ടി ഇവിടെ ഉണ്ട് ലെഫ്റ്റ് സൈഡിലുണ്ട് ഈ എൽ ഓഫ് എഫ് ഓഫ് ടിയുടെ ടേം ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് എ സ്ക്വയർ ബൈ എസ് സ്ക്വയർ എൽ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു 1 ബൈ എസ് നാവും ദെൻ എൽ ഓഫ് എഫ് ഓഫ് ടി കോമൺ എടുക്കുന്നു നമ്മൾ അപ്പോൾ ബ്രാക്കറ്റിനകത്ത് 1 പ്ലസ് എ സ്ക്വയർ ബൈ എസ് സ്ക്വയർ ഇതിന് മൊത്തമായിട്ട് പുറത്ത് വന്നപ്പോൾ ഇവിടെ 1 ഇവിടെ ഈ ടേം പുറത്ത് വന്നാൽ എ സ്ക്വയർ ബൈ എസ് സ്ക്വയർ എന്നാണ് ഉണ്ടാവുക ഈക്വൽ ടു 1 ബൈ എസ് സോ വി ഗെറ്റ് എൽ ഓഫ് എഫ് ഓഫ് ടി ഇൻറ്റു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ 1 by s. So we get L of f of t equal to 1 by s into reciprocal ആകുമ്പോൾ s square divided by s square plus a square. So 1 s will be cancelled. So we get L of f of t will become s divided by s square plus a square, comma s greater than 0. So this is the Laplace transform of cos at. So L of cos at equal to s by s square plus a square, comma s greater than 0. This is the Laplace transform of the function cos at. So this is a general format. If you want to find out Laplace transform of cos 3t, what will be that? By this formula, s by a square plus a square. ഇവിടെ cos 8 ആണെങ്കിൽ ഇവിടെ cos 3t ആണ്. അപ്പോൾ a ക്ക് പകരം ഇവിടെ 3 ആണ്. അപ്പോൾ a സ്ക്വയറിന് പകരം 3 സ്ക്വയർ എന്ന് എഴുതാം. So we get the value s by a square plus 9. So this is Laplace transform of cos 3t. ഇനി ഇവിടെ 3 ക്ക് പകരം എന്ത് ടേം വന്നാലും നമുക്ക് ഈ ഫോർമുല അപ്ലൈ ചെയ്ത് കൊടുക്കാം. ക്ലിയർ ആണോ?